ഈ മൊയ്ത് മൗലവി അയാള് പറയുന്നേ മുജാഹിദീങ്ങളെ അവര് നജിദിൽ ആണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചത്. അപ്പൊ അതെവിടെ ഉണ്ട്? അത് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിച്ച ബുക്കിലുണ്ട്, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം. അതിൽ പറയുന്നുണ്ട് ഈ നജിദ് എന്നാണ് ഇതിന്റെ തുടക്കം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുആ ചെയ്യുമ്പോൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാതിരുന്നപ്പോ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സഹാബത്ത് പലരും മുഫി നജിദിന നാളെ നജിദിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 പ്രാവശ്യം ദ്വാരന്നിട്ടും നജിദിന് വേണ്ടി ദ്വാരന്നില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നജിദിന് പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അതിന് കാരണം പറഞ്ഞു കൊടുത്തത് എന്താണ്? അതിന് കാരണം പറഞ്ഞു കൊടുത്തത് ഹുനാക സലാസിലു വബിഹാ യഖലു ഖർനു ശൈത്താൻ, അവിടുന്നാണ് കുലുക്കം, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് എന്നല്ലേ പറഞ്ഞത്. ആ നജിദിലല്ലേ മുജാഹിദിന്റെ സ്ഥാപക നേതാവ് ജനിച്ചിട്ടുള്ളത്. ഞാനത് മുജാഹിദിന്റെ പുസ്തകം തന്നെ നോക്കി വായിക്കുന്നു. മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം കേട്ടോളൂ. വഹാബി പ്രസ്ഥാനം എന്നു എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് 1703 നജിദിൽ ഭൂജാതനായി. അപ്പൊ ആദ്യമായി ജനിച്ച ഇയാള് നജിദിലാണ് ജനിച്ചത്. അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ കാണുന്നു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബഹുമാനം പറയാണ്, നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രിച്ചു ഊതുന്നതും ഉറുക്കു കെട്ടുന്നതും മഹാന്മാരുടെ മഖബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. മഖബറകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. അങ്ങനെ മഖബറകൾ പൊളിച്ചു മാറ്റി. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്തിട്ടുള്ള ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹം നജിദുകാരനാണല്ലോ. ആ നജിദുകാരനായ ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് കേരളത്തിലെ അറിയപ്പെട്ട കോൺഗ്രസ് നേതാവായ മുജാഹിദിന്റെ വക്താവായ ഈ മൊയ്ദ് മൗലവി സാഹിബ്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും. ആ പുസ്തകത്തിൽ അദ്ദേഹം ഷെയ്ഖിന്റെ വഫാത്ത് എന്ന അധ്യായത്തിൽ പറയുന്ന ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു. അയാളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറയാണ്, നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഇറാഖിലും ഇറാനിലും പോകുന്ന കച്ചവടക്കാരെ അലോസരപ്പെടുത്താൻ തുടങ്ങി, കവർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ശേഷം പറയുന്നത് കേട്ടോളൂ, തീർന്നില്ല. എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജ്റ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ്, അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദ് ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും കേട്ടോളൂ, അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പട്ടാളക്കാർ ചെയ്തത് എന്താണ്? നജിദുകാർ ചെയ്തത് എന്താണ്? അത് ആളുകളുടെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളും എല്ലാം പിടിച്ചെടുത്ത് പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയ എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഇനിയും കേട്ടോളൂ, മൊയ്ദ് മൗലവി എഴുതിയാണ്, CH മുഹമ്മദ് ഖായ സാഹിബല്ലേ ഇതിൽ അവതാരിക എഴുതിയത് ഈ പുസ്തകത്തിന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആധികാരികത ഇല്ലാത്ത പുസ്തകമാണെന്ന് കരുതരുത്. നജിദുകാരുടെ ചരിത്രമാണ് പറയുന്നത്. പരിപാവനമായ കഅബയിൽ വിലപിടിച്ച, ഇനി കഅബത്തുനിന്ന് കവർ ചെയ്താ പറയും, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും
കുബ്ബകളും പൊളിച്ചു നീക്കി. എന്നാൽ നാട്ടുകാരെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. അവരുടെ നേരെ വളരെ മമതയോടും സൗഭ്രതയോടും കൂടി പെരുമാറി. പിറ്റേ ദിവസം ഷാപ്പുകളെല്ലാം തുറന്ന് ജനങ്ങൾ വ്യാപാരത്തിൽ വ്യാപൃതരായി. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. സഹോദരന്മാർ മനസ്സിലാക്കണം, കഅബയിൽ കയറിയിട്ട് ഭണ്ഡാരം കൈവശപ്പെടുത്തി, നാണയങ്ങളൊക്കെ കൈവശപ്പെടുത്തി. എന്നിട്ട് മദീനയിൽ പോയിട്ട് അവിടെയും അതാ ഖബറുകളുടെ കുബ്ബ പൊളിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയും ഉള്ളതൊക്കെ കൈവശപ്പെടുത്തി. ഇങ്ങനെ കഅബ ശരീഫിന്റെ ഉള്ളിൽ നിന്ന്, റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് പണം കവർച്ച ചെയ്ത ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഓ സലഫി, നിങ്ങളല്ലാതെ മറ്റാരാണ്? നിങ്ങളെ കക്ഷികളല്ലാതെ കഅബത്തിൽ കവർ ചെയ്ത മറ്റൊരു കക്ഷി ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? റൗളാ ശരീഫിൽ മദീനയിൽ റൗളയുടെ ഉള്ളിൽ നിന്ന് പണം പിടുങ്ങിയ കക്ഷികൾ നിങ്ങളെ കക്ഷികളല്ലാതെ ജീവിച്ചിരുന്നിട്ടുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹം ഇവിടെ സ്റ്റേജുമ്പിൽ ഇരിക്കുമ്പോ ആളുകൾ നേർച്ച പൈസ കൊണ്ടുവന്ന് കീശയിലിടുമ്പോ അതിനെ പരിഹസിച്ച മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എഴുതിയതല്ല, മർഹൂം ഇ.കെ. ഉസ്താദോ കണ്യത്ത് ഉസ്താദോ എഴുതിയതല്ല, മറിച്ച് നിങ്ങളെ നേതാവായ ഈ മൊയ്ദ് മൗലവി സാഹിബ് അദ്ദേഹമല്ലേ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഈ പുസ്തകത്തിന് കേരളത്തിലെ ഒരൽപ്പ ദിവസത്തെ മുഖ്യമന്ത്രി വരെ ആയി തീർന്നിരുന്ന CH മുഹമ്മദ് കോയ സാഹിബല്ലേ അവതാരിക എഴുതിയത്. നിഷേധിക്കാൻ കഴിയുമോ?